എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയുണ്ട്. ഈ ഒരു മാസം ഞാനിടുന്ന എല്ലാ വീഡിയോക്കും ലൈക്കും കമൻറ്റും ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്തിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. ആ ഒരു കമൻറ്റ് നെഗറ്റീവോ പോസിറ്റീവോ ഒന്നും ഞാൻ നോക്കുന്നില്ല. ഏതായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഇതിന് മുന്നേ ഞാൻ 2 വീഡിയോ ഇട്ടിട്ടുണ്ട് ഈ ഒരു മാസം. ആ 2 വീഡിയോക്കും നിങ്ങൾ എന്താക്കുക, കമൻറ്റും ലൈക്കും ചെയ്യുക. അതല്ലാതെ ഈ ഒരു വീഡിയോക്കും ചെയ്യുക. ഇൻഷാ അള്ളാ നെക്സ്റ്റ് ഞാൻ ഇടുന്ന ഈ ഒരു മാസം തീരുന്നത് വരെ ഇടുന്ന എല്ലാ വീഡിയോക്കും ലൈക്കും ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റും ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുള്ള ഒരു വീഡിയോ ആണ്. ഈ ഒരു വീഡിയോയിൽ രാവിലെ ഞാൻ മക്കൾക്ക് ടിഫിൻ ബോക്സിൽ മന്തിയാണ് കൊടുത്തിട്ടുണ്ടായത്. അപ്പോൾ ആ ഒരു മന്തിൻ്റെ റെസിപ്പി ഉണ്ട്. അതുപോലെ തന്നെ തലേദിവസം ചെയ്ത് വെച്ച കുറേ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു കാരമൽ പായസത്തിൻ്റെ റെസിപ്പിയും കൂടി കാണിക്കുന്നുണ്ട്. പിന്നെ ഉമ്മാൻ്റെ സ്പെഷ്യൽ ചെമ്മീൻ കറീൻ്റെ റെസിപ്പിയും കൂടി ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാനൊരു വൈകുന്നേരം തന്നെ വീഡിയോ എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിന്. ചിക്കനെല്ലാം ക്ലീൻ ആക്കിയിട്ട് എടുക്കുന്ന സമയത്ത് അപ്പോൾ അതിൻ്റെ ആ ഒരു വെള്ളം ഉണ്ടാകുന്നില്ലേ, അപ്പോൾ അത് ചെടികൾക്കെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല പച്ചപ്പിലുണ്ടാവും ചെടികൾ. അതുപോലെ തന്നെ നല്ലോണം പൂടുകയും ചെയ്യും. എൻ്റെ അടുത്ത് മുമ്പെല്ലാം ഉണ്ടായിന് കുറേ ചെടികളെല്ലാം. കുറേയെല്ലാം ഇങ്ങനെ നോക്കാൻ കഴിയായിട്ടും അതിന് അതിൻ്റെ വെള്ളവും കറക്റ്റെല്ലാം ഉണ്ട്. അപ്പോൾ അതൊന്നും അങ്ങനെ നേരെ കിട്ടാനായിട്ടെല്ലാം കുറേയെല്ലാം പോയി. ഇൻഷാ അള്ളാ ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടായിട്ട് എല്ലാം ഒന്ന് പഴയ പോലെ തന്നെ ഒന്ന് റെഡിയാക്കണമെന്നുണ്ട്. അങ്ങനെ നമ്മൾ ചിക്കൻ 1-2 വെള്ളത്തിലെല്ലാം ഇങ്ങനെ ക്ലീൻ ആക്കിയിട്ട് എടുത്തിട്ടായിട്ട് അതിലേക്ക് കുറച്ച് വിനാഗിരിയും ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇതുപോലെ ഒന്ന് തിരുമ്മിയിട്ട് 10 മിനിറ്റ് വെക്കുക. അങ്ങനെ ആകുമ്പോൾ ചിക്കനിൽ ആ ഒരു വേണ്ടാത്തൊരു സ്മെല്ല് കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നില്ലേ, അതെല്ലാം പെട്ടെന്ന് പോയി കിട്ടും. കൂടുതൽ സമയം വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. ചിക്കനിലേക്ക് നല്ല ഉപ്പും പിടിക്കും. അതുപോലെ തന്നെ വിനാഗിരിയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. ഏറ്റവും കൂടുതൽ നമുക്ക് ടൈം വേണ്ടത് ക്ലീനിങ്ങിനല്ലേ. അപ്പോൾ ഇതുപോലെ ഫുള്ളൊന്ന് ക്ലീൻ ആക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ സമയം ലാഭിക്കാൻ പറ്റും. അതുപോലെ തന്നെ ചെറിയ മക്കളുള്ള ഉമ്മമാരാണെങ്കിൽ, അതുപോലെ 2-3 മക്കളെല്ലാം സ്കൂളിലേക്ക് രാവിലെ പോകുന്നുണ്ടെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കുമല്ലോ കിച്ചണിൽ. അപ്പോൾ ക്ലീൻ ആക്കാനും കൂടി ഇത് നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ സമയം ഇങ്ങനെ പോകുന്ന പോലെ തോന്നും. അപ്പോൾ ഇതുപോലെ നല്ലോണം ക്ലീൻ ആക്കിയിട്ട് എടുത്ത് വെച്ച ചിക്കൻ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കുക്കാക്കിയിട്ട് എടുക്കാം. അങ്ങനെ മിക്കവന് ഫുഡ് കഴിക്കേണ്ട സമയമായിന്. ഓനക്ക് വിശക്കുന്ന സമയത്ത് ഇങ്ങനെ നമ്മൾ കാലിൻ്റെ അടിയിൽ വന്നിട്ട് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് വെക്കും. അങ്ങനെ ഓനക്കുള്ള ഫുഡ് ഞാൻ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിന്. ചിക്കൻ്റെ കാല് ഭയങ്കര ഇഷ്ടമാണ് മിക്കോന്. അത് റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് രാവിലെ ടിഫിൻ ബോക്സിൽ കൊടുക്കാനുള്ള മന്തിയിലേക്കുള്ള ചിക്കൻ ഒന്ന് മാരിനേറ്റ് ആക്കിയിട്ട് എടുക്കാം. ഞാനിപ്പോൾ മസാലപ്പൊടികൾ മാത്രമാണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. ബാക്കിയിലേക്ക് ഇടുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം രാത്രി നമ്മളിങ്ങനെ ഫുഡെല്ലാം ഉണ്ടാക്കുന്ന ആ ഒരു ടൈമിൽ ഇട്ട് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പം ഞാനിടാം മുളകുപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല, അതുപോലെ തന്നെ കുറച്ച് ജീരകം ഒന്ന് ചതച്ചെടുത്തത്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടാൽ കുറച്ച് കഴിഞ്ഞാൽ ഇട്ട് കൊടുക്കും. അപ്പോൾ അത് റെഡിയാക്കാനുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാനൊരിക്കൽ മക്കൾ ഇപ്പുറം വന്നിട്ട് നോക്കിയതാണ് എന്താക്കുന്നതെന്ന്. ചില സമയത്ത് 3 ആൾ കൂടിയിട്ടുണ്ടെങ്കിലല്ലേ ഭയങ്കര കളിയായിരിക്കും. നമ്മിങ്ങനെ നോക്കിയിട്ടേ ഇല്ലെങ്കിൽ ചിലപ്പോൾ പൊരൻ തന്നെ തലകുത്ത മറിച്ചിട്ടിടും. ഈ ഒരു ടെൻറ്റ് ഞാൻ പുറത്ത് സിറ്റ് ഔട്ടിലാണ് വെച്ചിട്ടുണ്ടായത്. പുറത്ത് രാത്രി കളിക്കുമ്പോൾ പേടിയാണെന്നെല്ലാം പറഞ്ഞിട്ട് ഇപ്പോൾ എൻ്റെ റൂമിലേക്ക് ഇത് എത്തിയിട്ടുണ്ട്. അങ്ങനെ മക്കളുടെ കളിയെല്ലാം ഭയങ്കര ഉഷാറായിട്ട് നടക്കുന്നുണ്ട്. നമുക്ക് നമ്മളെ പരിപാടിയെല്ലാം നോക്കാം. അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി ഇങ്ങനെ പേസ്റ്റാക്കി എടുക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് കൂടുതൽ തന്നെ എടുത്ത് വെക്കലുണ്ട്. അപ്പോൾ ഇതെനിക്ക് അങ്ങനെ വലിയൊരു ഉപകാരമായിട്ട് തോന്നലുണ്ടാവുക. ഞാനിങ്ങനെ ചെയ്ത് വെക്കും. ഇത് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലല്ലേ നമുക്ക് എന്ത് ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഇഞ്ചി വെളുത്തുള്ളിന് ഉണ്ടാക്കാൻ നിൽക്കണ്ടല്ലോ, റെഡി ഉണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത ഉണ്ടാവും നമുക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം അത് റെഡിയാക്കി. അങ്ങനെ നമ്മൾ മസാലയെല്ലാം തേച്ച് വെച്ച് ചിക്കനിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ക്യാപ്സിക്കം, മല്ലിച്ചപ്പ്, പുതിന, മാഗി ക്യൂബ്, ഇത്രയും സാധനങ്ങളിൽ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ആക്കിയിട്ട് തലേദിവസം തന്നെ വെച്ചിട്ടുണ്ടായതാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നുള്ളത് പിറ്റേ ദിവസം രാവിലത്തെ കാഴ്ചയാണ്. അപ്പോൾ സ്കൂളിലേക്ക് മക്കൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മന്തി ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ആ ഒരു മന്തിൻ്റെ റെസിപ്പിയാണ് ഇനി കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ തലേദിവസം രാത്രി റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കനില്ലേ, അപ്പോൾ അത് ഒരു വലിയൊരു പോട്ട് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ആ ചിക്കനെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എന്താക്കാം, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ കുറച്ച് മാസം മുമ്പ് വൈറലായ ഡൈനാമൈറ്റ് ചിക്കൻ മന്തി ഇല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു മൂത്തപ്പ എല്ലായിട്ട് വരും ഈ ഒരു ചിക്കൻ മന്തി. കാരണം കുറച്ച് കൂടുതൽ സ്റ്റെപ്സും
കുറച്ച് കൂടുതൽ ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഈ ഒരു മന്തിക്ക്. ഞാൻ ആദ്യം നോർമൽ മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്, രാവിലെ ആകുമ്പോൾ അന്ന് എൻ്റെ പ്ലാൻ മാറ്റിയത്. അപ്പോൾ ആ ഒരു ഡൈനാമൈറ്റ് ചിക്കൻ മന്തി ഇല്ലേ, ആ ഒരു മന്തിൻ്റെ ആ ഒരു റൈസിന് ഭയങ്കര ഫ്ലേവറാണ്. അതുപോലെ തന്നെ ആ സെയിം മെത്തേഡിൽ ഉണ്ടാക്കുന്ന ആ ഒരു ഡൈനാമൈറ്റ് ചിക്കൻ മന്തീൻ്റെ ചിക്കനില്ലേ, അതിനും അങ്ങനെ ഒടുക്കത്തെ ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും വീണ് പോവുക ആ ഒരു ടേസ്റ്റിൽ. നിങ്ങൾ യൂട്യൂബിലൊന്ന് അടിച്ച് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി എപ്പോഴെങ്കിലും മന്തി ഉണ്ടാക്കുന്ന ടൈമിൽ ഡൈനാമൈറ്റ് ചിക്കൻ മന്തിന്ന്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് അതിൻ്റെ റെസിപ്പി കിട്ടും. ഞാൻ തന്നെ കുറേ വട്ടം ഉണ്ടാക്കി, പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും അങ്ങനെ പറ്റിയിട്ടൊന്നും ഉണ്ടായിട്ടാ. അങ്ങനെ ഇപ്പോൾ നമ്മളെ ചിക്കനെല്ലാം ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിൽ നിന്ന് ചിക്കനും മാറ്റാം. എന്നിട്ട് സെയിം പോട്ടിൽ തന്നെയാണ് റൈസും റെഡിയാക്കിയിട്ട് എടുക്കുന്നുള്ളത്. അങ്ങനെ നമ്മളെ റൈസിലേക്കുള്ള ഇൻഗ്രീഡിയൻസും കാര്യങ്ങളെല്ലാം ഞാനവിടെ സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ഓരോന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. വലിയ പണിയോ കാര്യങ്ങളൊന്നുമില്ല, പെട്ടെന്ന് നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ സാധാരണ പിരിയമുളകില്ലേ, അപ്പോൾ അത് ഒരു 10-12 എണ്ണം ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നല്ല പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം. ഇനി ഒരു പോട്ടിലേക്ക് നമുക്ക് എന്താക്കാം, കുറച്ച് നെയ്യും അതുപോലെ തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ലോണം ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് പട്ട, ഗ്രാമ്പ്, ഏലക്ക അത്രയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ബേ ലീഫ് ഉണ്ടെങ്കിൽ ബേ ലീഫ് ഇട്ട് കൊടുത്തോ. എന്നിട്ടായിട്ട് തക്കാളി, ക്യാപ്സിക്കം, അപ്പോൾ ഇത്രയാണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. ഇനി ഇത് 2 ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇത് അടിച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും. അങ്ങനെ ഇടയ്ക്ക് ഞാൻ 1-2 വട്ടം ഇളക്കി കൊടുത്തിട്ട് നല്ലോണം തന്നെ ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സാധനങ്ങളും കൂടി ഇട്ട് കൊടുക്കാനുണ്ട്. ഞാനിവിടെ ഒരു മാഗി ക്യൂബാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇതുപോലെ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഗരം മസാല പൊടി ഇട്ട് കൊടുക്കണം. എന്നിട്ടായിട്ട് പിരിയൻ മുളക് അരച്ചതും കൂടി ഒഴിച്ചെടുക്കണം. പിരിയൻ മുളക് ഞാൻ നേരത്തെ വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ അത് നല്ലോണം അരച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിന്. അപ്പോൾ അതെനിക്ക് ഇതിൽ കാണിക്കാൻ വിട്ടുപോയതാണ്. ഇനി നമുക്ക് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം തന്നെ ഇളക്കി കൊടുക്കാം. എന്നിട്ടായിട്ട് ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ച അരി ഇട്ട് കൊടുക്കാം. സല്ലാൻ്റെ ബസ്മതി ഗോൾഡാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് 1 മണിക്കൂറോളം കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിന്. ഇനി ഇത് നല്ലോണം തന്നെ ഇളക്കി കൊടുത്തിട്ടായിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ 1 കപ്പിന് 1.5 കപ്പ് വെള്ളം എന്ന കണക്കിനാണ് ഒഴിച്ച് കൊടുക്കുന്നുള്ളത്. ചൂടുവെള്ളം തന്നെ വേണമെന്നില്ല, സാധാരണ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഞാൻ ഈ ഒരു മസാലയിൽ ഇട്ടിട്ട് അരി കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ടായിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് റെഡിയാക്കിയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ മസാല റെഡിയാക്കുന്ന സമയത്ത് അപ്പുറത്ത് വെള്ളം അളന്നെടുത്തിട്ട് തിളപ്പിക്കാൻ വേണ്ടി വെച്ചാൽ മതി. അപ്പോൾ അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡിയായിട്ട് കിട്ടും. ഇനി നമുക്ക് ഉപ്പെല്ലാം നോക്കാം. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. നമ്മളെ മാഗി ക്യൂബിൽ ഉപ്പുണ്ടാവുമല്ലോ, അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂണോളം ലൈം ജ്യൂസും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ റൈസിൽ വെന്ത് കഴിഞ്ഞിട്ടായിട്ട് റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടായ ചിക്കനും കൂടി മേലെ വെച്ച് കൊടുത്തിട്ട് ഒരു ചാർക്കോളയോ അതല്ലെങ്കിൽ ഒരു ചിരട്ടയോ കത്തിച്ചിട്ട് അതിൻ്റെ മേലെ വെച്ച് കൊടുത്തിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം ദം ചെയ്തെടുക്കാം. രാവിലെ മക്കളെ സ്കൂളിലേക്കെല്ലാം അയക്കുന്നത് കൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അധികം വീഡിയോസൊന്നും എടുക്കാൻ നിന്നിട്ടാ. ഇപ്പോൾ ജമ്മു റെഡി ആയിട്ട് വണ്ടി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ആക്കുന്നതാണ്. അങ്ങനെ നമ്മളെ ഷോപ്പിൽ തന്നെ യൂസ്ഡ് കാർസിൻ്റെ ഒരു ഷോറൂം ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും കാറെല്ലാം വേണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു പരസ്യം പറഞ്ഞതാണ്, ഒന്ന് കോണ്ടാക്റ്റ് ആക്കാം. അങ്ങനെ നമ്മളെ മന്തിയിലേക്ക് ഒരു സ്പെഷ്യൽ സോസും കൂടി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു ഹെൽത്തി സോസ് എന്ന് തന്നെ പറയാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓയിൽ വേണ്ട, മുട്ട വേണ്ട, പാൽ വേണ്ട, ഒന്നും വേണ്ട. ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ആക്ക്. അങ്ങനെ മക്കളെല്ലാം സ്കൂളിലേക്ക് പോയി. നമ്മളെ രാവിലത്തെ പാത്രം കൗലും കാര്യങ്ങളും കിച്ചണിലൊരു യുദ്ധം ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടായിട്ട് ക്ലീനിങ്ങും അലക്കലും അതും മോളെല്ലാം വെച്ചിട്ടുണ്ടായിന്. അങ്ങനെ 2 ആൾക്കുള്ള ഫുഡ് കൊടുക്കലും ഓരോ ഫ്രഷ് ആക്കലെല്ലാം കഴിഞ്ഞിട്ടായിട്ടാണ് ഇപ്പം നമ്മൾ ഉച്ചക്കത്തേക്കുള്ള പരിപാടി നോക്കുന്നത്. അപ്പോൾ ഇന്ന് ഉച്ചത്തേക്ക് നമുക്ക് ഒരു സ്പെഷ്യൽ പായസമാണ് റെഡിയാക്കുന്നുള്ളത്. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈസിയാണ്. ഓരോ സ്റ്റെപ്പും നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് കേട്ടാൽ മതി. സാധാരണ എല്ലാവർക്കും അറിയുന്ന തന്നെ ആയിരിക്കും, അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. 1 കപ്പ് ഷുഗർ എടുക്കുക. എന്നിട്ടായിട്ട് ചെറിയ തീയിൽ വെച്ച് കൊടുത്തിട്ട് ഒന്ന് കാരമലൈസ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഈ ഒരു കളറാകുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് പാലൊഴിച്ച് കൊടുക്കണം. തീ കൂട്ടിയൊക്കെ ഉണ്ട, കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ടേസ്റ്റേ മാറിപ്പോവും പായസത്തിൻ്റെ. പിന്നെ ഒരു കാര്യം, ഷുഗർ ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാനും നിൽക്കണ്ട. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങനെ തന്നെ വെച്ചാൽ മതി. സൈഡിൽ നിന്ന് ഇങ്ങനെ ഒന്ന്
കാരമലൈസ് ആയിട്ട് വരുന്ന സമയമില്ല, ആ സമയത്ത് ചെറുതായിട്ട് ഇളക്കി കൊടുത്താൽ മാത്രം മതി. എന്നിട്ടായിട്ട് ഫുള്ളൊന്ന് കാരമലൈസ് ആയി കഴിഞ്ഞിട്ടായിട്ട് നമുക്കിതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. പാലൊഴിച്ച് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു കട്ടി പോലെ തോന്നും, പേടിക്കേണ്ടൊന്നും വേണ്ട. അത് നല്ലോണം ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് അതെല്ലാം മെൽട്ടായിട്ട് ഈ പാലിലൊന്നിച്ചിട്ട് മിക്സ് ആയിട്ടുണ്ടാവും. പിന്നെ ഇതിലേക്ക് ഒരു സീക്രറ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടാവാം. സീക്രട്ട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒരു മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പാക്കണ്ട നിങ്ങൾ. അതിനിപ്പുറത്ത് നമ്മളെ ചെമ്മീൻ കറി റെഡിയാകുന്നുണ്ട്. അപ്പോൾ അത് വലിയ പണിയൊന്നുമില്ല. ഫസ്റ്റ് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക, നല്ലോണം ചൂടായിട്ടാകുമ്പോൾ അതിലേക്ക് ഉള്ളി, തക്കാളി, പച്ചമുളക്, പച്ചമാങ്ങ ഇത്ര ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. അങ്ങനെ അതെല്ലാം റെഡിയാകുന്നതിൻ്റെ ഇടയിലായിട്ട് ഞാൻ നമ്മളെ കുഞ്ഞുമണികൾ എന്താക്കുന്നുണ്ട് നോക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് പോയതാണ്. അപ്പോൾ രണ്ടാളും നല്ല കളിയിലാണ് ഉണ്ടായത്. ടി വിയും വെച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കിയിട്ടില്ലെങ്കിലല്ലേ ഈ കസാരനെല്ലാം മേലിട്ടില്ലാന്നെല്ലാം ഇങ്ങനെ അങ്ങനത്തെ എല്ലാം ഭയങ്കര പേടിയാണ്. പറയാൻ കഴിയില്ലല്ലോ എപ്പോൾ ഓരോ ശ്രദ്ധ മാറുന്നതെന്ന് പറയാൻ കഴിയില്ല. ചില സമയത്ത് കസാര വിളിച്ചിട്ട് അവനിങ്ങനെ ടേബിളിൻ്റെ മേലെ കയറാൻ വേണ്ടിയിട്ടെല്ലാം നോക്കലുണ്ട്. അങ്ങനെ നമ്മൾ ചെമ്മീനെല്ലാം ക്ലീനാക്കിയ വെള്ളമില്ലേ, അപ്പോൾ അതിപ്പോൾ കുരുമുളകിൻ്റെ ആ ഒരു തൈൻ്റെ ചോട്ടിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം കുരുമുളകിൻ്റെ ചെറിയൊരു ഇല കുത്തി കൊടുത്തതാണ്. അതിപ്പോൾ ഉഷാറായിട്ട് ഈ ഒരു നിലക്കെത്തിയിട്ടുണ്ട്. പങ്ങളാടെ ഇതുപോലെ കുരുമുളകെല്ലാം മാഷാ അല്ലാഹ് നല്ലോണം പൊടിക്കലെല്ലാം ഉണ്ടായിന്. അപ്പോൾ ആടുന്ന് കൊടുന്നിട്ടൊന്നിങ്ങനെ നട്ടതാണ്. കിച്ചണിൻ്റെ ഭാഗമാകുമ്പോൾ നമുക്കിതുപോലെ എന്തെല്ലാം വേസ്റ്റ് കാര്യങ്ങളെല്ലാം ഉണ്ടാവുമല്ലോ, ഫുഡ് വേസ്റ്റും അതുപോലെ തന്നെ ഇങ്ങനത്തെ മീനിൻ്റെ വെള്ളം, ചിക്കൻ കറിയ വെള്ളം അതെല്ലാം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കലുണ്ട്. പിന്നെ കഞ്ഞി വെള്ളം. അപ്പോൾ അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് ഉഷാറായിട്ട് വന്നിട്ടുണ്ടായി. ഞാൻ ഇത്ര പെട്ടെന്ന് കുരുമുളക് പൊടിക്കുമെന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിട്ടാണ്. പിന്നെ ഞാൻ അതിൻ്റെ ഇടയിലായിട്ട് കുറച്ച് കറിച്ചപ്പലയും കൂടി പറിക്കാൻ പോയതാണ്. കുറച്ച് അതിൻ്റെ തിരിഞ്ഞു നോക്കുമ്പോൾ ഉണ്ടാകും ബാക്കിൽ ഈ കുഞ്ഞുങ്ങൾ മുങ്ങുന്നയില്ല നീരുന്നയില്ല എന്ന് അറിയുന്നില്ല അല്ലേ. അപ്പം അങ്ങനെ ഞാൻ ഓനെയും പൊടിച്ചിട്ട് കൊണ്ടുവന്നിട്ട് പിന്നെയും ഉള്ളിൽ തന്നെ ആക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചെമ്മീൻ കറിയിലേക്ക് ഇപ്പം നമ്മൾ ഉള്ളി, തക്കാളി, പച്ചമുളക്, പച്ചമാങ്ങ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം സോഫ്റ്റായിട്ട് വന്നിട്ടാകുമ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് ചെമ്മീനാണ്. അപ്പോൾ ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ട് തീ മീഡിയം ഫ്ലെയിമിലാക്കി വെക്കുക. എന്നിട്ട് ആ ചെമ്മീൻ്റെ വെള്ളമെല്ലാം ഒന്ന് ഇറങ്ങി വരുമല്ലോ, ആ ഒരു ടൈമിലാണ് നമ്മൾ ഇതിലേക്ക് മുളകുപൊടി ബാക്കിയുള്ള മസാലപ്പൊടികളെല്ലാം ഇട്ട് കൊടുക്കുന്നുള്ളത്. മസാലപ്പൊടി അധികം ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല, ഞാൻ പറഞ്ഞുതരാം എന്തെന്ന്. അങ്ങനെ നമ്മളെ പായസത്തിൻ്റെ ആ ഒരു പാലില്ല അത് നല്ലോണം തിളച്ചിട്ടൊന്ന് സെറ്റായിട്ട് വന്നതിന് ആ ഒരു ടൈമിൽ ഞാൻ സേമിയ ഒന്ന് വറുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിന്. കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ചെറിയ തീയിലിട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുത്തിന്. അത് ഓൾറെഡി വറുത്ത സേമിയാണ്. അപ്പോൾ അതുകൊണ്ട് അധിക ടൈം നമുക്ക് വേണ്ടി വന്നിട്ട് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുത്തിട്ടായിട്ട് ആ ഒരു പാലിലേക്ക് സേമിയ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് നമുക്ക് എന്താക്കാം, ആ ഒരു സേമിയ ഒന്ന് വേവിച്ചെടുക്കാം. ആ ഒരു വേവുന്ന സമയം കൊണ്ട് നമുക്ക് കറിയിലേക്കുള്ള പൊടികളെല്ലാം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിടാം മുളകുപൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇത്രയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം. ആ ഒരു ചെമ്മീൻ്റെ വെള്ളത്തിൽ കിടന്നിട്ട് തന്നെ ഈ ഒരു മസാലനെ നല്ലോണം ഇളക്കി കൊടുത്തിട്ടായിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണൽ മാറ്റിയെടുക്കണം. നമുക്കിതിലേക്ക് അധികം ഇപ്പം ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നില്ല. ആ ഒരു മസാലൻ്റെ ഒരു കുത്തലെല്ലാം മാറിക്കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിൻ്റെ ഇടയിലായിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിന്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇങ്ങനെയാവുമ്പോഴാണ് ആ ഒരു കറിയിലേക്ക് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. ആ ഒരു മസാലയെല്ലാം നല്ലോണം മിക്സ് ആയിട്ട് അതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞിട്ടായിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. പച്ചമാങ്ങ ഇട്ട് കൊടുത്തതുകൊണ്ട് തന്നെ അധികം പുളീൻ്റെ ഒന്നും ആവശ്യം വന്നിട്ടുണ്ടായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് പച്ചമാങ്ങ ഇല്ലെങ്കിൽ കുറച്ച് പുളി വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് അടച്ച് വെച്ചിട്ട് നല്ലോണം നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ചെമ്മീന് അധിക സമയമൊന്നും വേണ്ടാലും 10 മിനിറ്റ് മതി. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇതിനാണ് ഞാൻ പറയുന്ന ആ ഒരു പായസത്തിൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ്. അതെന്ത് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് 2-3 ടേബിൾ സ്പൂണ് ഷുഗർ ഇട്ട് കൊടുത്തിന്. അതിലേക്ക് ഒരു 5-6 ഏലക്ക, അതുപോലെ തന്നെ ഒരു 4 ടേബിൾ സ്പൂണ് പാൽപ്പൊടി. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 10 അണ്ടിപ്പരിപ്പ്. നിങ്ങളുടെ കയ്യിൽ ബദാം ഉണ്ടെങ്കിൽ ബദാം ഒരു 8-10 ബദാം. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്ത് കഴിഞ്ഞിട്ടായിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഈ ഒരു പാലിൻ്റെ മിക്സിയിലേക്ക് ഇപ്പം ഞാൻ നല്ല പേസ്റ്റ് ആക്കിയിട്ട് തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഇളക്കി കൊടുത്തിട്ടായിട്ട്
ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. എന്നിട്ടായിട്ട് ഫ്ലെയിം ഓഫ് ആക്കുക. ഞാനിതുപോലെ പായസത്തിൽ അതുപോലെ തന്നെ ജ്യൂസിലെല്ലാം അണ്ടിപ്പരിപ്പ് ബദാമെല്ലാം ഇട്ട് കൊടുക്കാൻ വേറൊരു കാരണം കൂടി ഉണ്ട്. അപ്പോൾ ഇതെല്ലാം മഷാല ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങളാണ്. അപ്പോൾ പിന്നെ ഉപ്പാക്ക് അങ്ങനെ പല്ലൊന്നും അങ്ങനെ നേരെയില്ലാത്തതുകൊണ്ട് തിന്നാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുപോലെ പായസത്തിലും ജ്യൂസിലെല്ലാം ഇട്ടിട്ടാണ് ഉപ്പാക്ക് കൊടുക്കലുള്ളത്. അതാകുമ്പം ഉപ്പാൻ്റെ ശരീരത്തിലേക്ക് എത്തുമല്ലോ. അപ്പോൾ അത് ഇട്ടിട്ട് നമുക്ക് ഭയങ്കര ഒരു ടേസ്റ്റ് ഡിഫറെൻറ്റും തോന്നി. അപ്പോൾ അതുകൊണ്ട് നല്ല ടേസ്റ്റും ഉണ്ടാവും, അതുപോലെ തന്നെ നമ്മൾ എല്ലാവരുടെ ശരീരത്തിലേക്ക് എത്തുകയും ചെയ്യും. അപ്പോൾ അണ്ടിപ്പരിപ്പ് അങ്ങനെ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പായസത്തിലെല്ലാം ഒരു കുതിർന്ന ടേസ്റ്റും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് മക്കൾക്കൊന്നും അധികം ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ ഇതാവുമ്പോൾ ഒന്നും കളയേണ്ടി വരില്ലല്ലോ, എല്ലാവരുടെ ശരീരത്തിലേക്ക് എത്തുകയും ചെയ്യും. അപ്പോൾ അതാണ് മെയിൻ റീസണ്. അങ്ങനെ നമ്മളെ പായസം ഇവിടെ റെഡിയായിനി. ഇനി നമുക്ക് നമ്മളെ ചെമ്മീൻ കറിയിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തേങ്ങ ചിരവുന്നതിന് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച സമയത്ത് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിന് എങ്ങനെയുണ്ട്, നല്ലതാണെന്നെല്ലാം. ഒരു 100% ഭയങ്കര നല്ലതെന്നൊന്നും പറയാൻ കഴിയില്ല. കാരണം എന്താ അറിയോ, നമ്മൾ ഇത് ചിരവുന്ന സമയത്ത് അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആടുന്ന പോലെ തോന്നുന്നു. അതിൻ്റെ ആ ഒരു മെഷീനിന് അത്ര എന്താ പറയണ്ട വെയിറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നമ്മൾ ചെറുന്ന സമയത്ത് ഒരു മൂവാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അത് അങ്ങനെ എല്ലാവർക്കും അത്ര ഇഷ്ടപ്പെടണം എന്നില്ല, ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നലുണ്ട്. പിന്നെ അങ്ങനെ ആകുന്നതുകൊണ്ട് തന്നെ അത് ചില സമയത്ത് നമ്മൾ കയ്യിൽ നിന്ന് ചിരവ് എന്താ പറയണ്ട തേങ്ങയില്ലേ, അതിങ്ങനെ ചിരവുന്ന സമയത്ത് തെറിച്ചു പോകുന്നു. അപ്പം കുറേ പ്രാവശ്യം എൻ്റെ കൈയെല്ലാം മുറിഞ്ഞിട്ടെല്ലാം ഉണ്ടായിനി. ഇപ്പം പിന്നെ കുറച്ച് ശ്രദ്ധിച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് വലിയ പ്രശ്നമില്ല. പിന്നെ നിങ്ങൾ സെയിൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ച് കൂടുതൽ തേങ്ങ ചിരവണം എന്നെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇതത്ര ശരിയായില്ല. പിന്നെ സ്റ്റീലിൻ്റെ 2 ടൈപ്പ് വരുന്നുണ്ട്. ഒന്ന് അതെന്തായാലും നിങ്ങൾ ചോദിച്ച് മേടിക്കോ. ഒന്ന് ഭയങ്കര സ്പീഡ് തേങ്ങ പുറത്തേക്കെല്ലാം തെറിക്കുന്നുണ്ട് അങ്ങനെയെല്ലാം പറയുന്നുണ്ട് അതിന്. മറ്റേത് കുറച്ച് നല്ലത്, ഭയങ്കര സ്പീഡില്ല, അതുപോലെ തന്നെ ചിരവാനും ഭയങ്കര നല്ലത് എന്നെല്ലാം പറയുന്ന കേട്ടിന്. അപ്പോൾ അതെന്തായാലും നിങ്ങൾ ഷോപ്പിൽ പോയിട്ട് ചോദിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് മേങ്ങുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത്ര തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞത് എന്തായാലും നിങ്ങൾ മറക്കണ്ട, ഈ ഒരു വീഡിയോക്ക് എന്തായാലും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോക്ക് മാത്രമല്ല, ഈ ഒരു മാസം ഞാൻ ഇടുന്ന എല്ലാ വീഡിയോക്കും ഏറ്റവും കൂടുതൽ കമൻ്റ് ഇടുന്ന ആൾക്കാർക്കാണ് ഈ ഒരു ഗിവ് അവേ കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. എന്തായാലും ഈ ഒരു അവസരം നിങ്ങൾ മിസ്സാക്കണ്ട. ഈ ഒരു ഗിവ് അവേയിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേറെ റൂൾസോ കാര്യങ്ങളോ ഒന്നുമില്ല. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ എന്നല്ല, ഈ ഒരു മാസം ഇടുന്ന എല്ലാ വീഡിയോക്കും ലൈക്കും കമൻറ്റും ചെയ്യുക. ഗിഫ്റ്റ് എന്തെന്നുള്ളത് ഈ ഒരു മാസം ലാസ്റ്റ് ഇടുന്ന വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. എല്ലാവരോടും ശരി ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.